ഹായ്, വെൽക്കം ബാക്ക്. ഡേ 5. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ എങ്ങനെയാണ് നമ്മൾ റിയലിസ്റ്റിക് ആക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ ദിവസം നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടു മേക്ക് യുവർ ബ്രെയിൻ ബിലീവ് യുവർ ഗോൾ ഈസ് ഓൾറെഡി റിയൽ. അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ ഗോളിൻ്റെ ക്ലാരിറ്റി, ഗോൾ എന്ത് സെറ്റ് ചെയ്തു, ക്ലാരിറ്റി ആൻഡ് വൈ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ അതുമായിട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ആ ഒരു റിലേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്റ്റിൽ ഗോൾ ഈസ് ആൻ ഐഡിയ. ഇപ്പോഴും നമുക്കൊരു ഐഡിയയിൽ ഇരിക്കുകയാണ്. അതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം, ബ്രെയിൻ അത് ഫീൽ ചെയ്യിപ്പിക്കണം. കാരണം നമ്മളെ ബോഡി അലോ ചെയ്തില്ലെങ്കിൽ, നമുക്ക് ബോഡി അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അത് ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും അത് നമ്മളെ ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ. നമുക്ക് ഒരു മോട്ടിവേഷനാണ് കാരണം. സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ന്യൂറോ സയൻസ് വിഷ്വലൈസേഷനിൽ ബ്രെയിനിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. റിസർച്ച് പറയുന്നത്, എസ്പെഷ്യലി ന്യൂറോ സയൻസിലെ റിസർച്ച് പറയുന്നത്, ഒരു വിവിഡ്ലി ഇമാജിൻ ആയിട്ടുള്ളൊരു ആക്ഷൻ, അതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ വിചാരിക്കുന്നത് എന്താണ്, സബ് കോൺഷ്യസ് വിചാരിക്കുന്നത് ഇത് ക്ലിയർ ആണെന്ന്, ഇത് ശരിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ന്യൂറൽ പാത്ത് വേ ഫയർ ചെയ്യും. ഫിസിക്കലി നമ്മൾ ആ ഗോളിലേക്ക് ചെല്ലുമ്പോൾ ന്യൂറൽ പാത്ത് വളരെ പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് മെൻ്റൽ റിഹേഴ്സൽ ഈസ് ദ റിയൽ റിഹേഴ്സൽ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്നത്. ജോ ഡിസ്പെൻസ അദ്ദേഹം പറയുന്നത് മെൻ്റലി റിഹേഴ്സിങ് യുവർ ഫ്യൂച്ചർ സെൽഫ് ചേഞ്ച് യുവർ ബ്രെയിൻ കെമിസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി മാത്രമല്ല, ഹോർമോണുകളിനെ, നമ്മുടെ ബിഹേവിയറിനെ എല്ലാം ഇൻറ്റേർണലി ചേഞ്ച് ചെയ്യുമ്പോൾ അത് എക്സ്റ്റേണലി പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഒളിമ്പിക് അത്ലറ്റുകളെല്ലാം ഒളിമ്പിക്സ് വർക്ക് ചെയ്യുന്നത്. അതായത് അവരുടെ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മെൻ്റൽ റിഹേഴ്സൽ ചെയ്യും. ഇതൊരു കോർ തിങ് ആണ് കേട്ടോ. നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ, അതായത് സ്പോർട്സിൻ്റെ ട്രെയിനിങ്ങിൽ അവർ കൊടുക്കുന്നൊരു കോർ ഏരിയ ആണ്. ആക്ച്വലി ഇതൊരു ബോണസ് അല്ല, ഇത് ഫണ്ടമെൻ്റൽ പ്രിപ്പറേഷനാണ്. നമ്മൾ ചിലയിടത്തെങ്കിലും വേൾഡ്, അതായത് മാച്ചൊക്കെ കാണുമ്പോൾ നമുക്കത് കാണാറുണ്ട്. അപ്പോൾ ബ്രെയിൻ്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ വിവിഡായിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഇമാജിനേഷൻ അല്ലെങ്കിൽ പിക്ചർ ബ്രെയിനിന് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, ബ്രെയിൻ അത് റാസ് അത് കണ്ടുപിടിച്ചോളും, റാസ് ഇത് ഫിൽട്ടർ ചെയ്തോളും. അപ്പോൾ അത് ഇവിടെയാണ് അഫർമേഷൻ, അഫർമേഷൻ എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് വിഷ്വലൈസേഷൻ സ്പീക്സ് ഇൻ ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ടാണ് ഇത് വളരെ പവർഫുൾ ആണെന്ന് പറയുന്നത്, ഈ വിഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഈ ഡേ ഡ്രീമിങ്ങും വിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്ന വിഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഡേ ഡ്രീമിങ്ങിന് വ്യത്യാസമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ മെൻ്റൽ ഇമേജറിയും വിഷനല്ല, ചിലതൊക്കെ ഡേ ഡ്രീമിങ് ആയിരിക്കും. അതായത് നമ്മൾ ഡേ ഡ്രീമിങ് ഒരു പാസീവായിട്ടുള്ളൊരു കാര്യമാണ്, അതിനകത്തൊരു ഇമോഷണൽ ചാർജ് ഇല്ല. ഒരു ട്രൂ വിഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻഷണലാണ്, ഇമോഷണലി ചാർജ്ഡ് ആണ്, സെൻസറി റിച്ച് ആണ്, ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. ഇതിപ്പോൾ ഡേ ഡ്രീമിങ്ങും ഈ വിഷനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഡേ ഡ്രീമിങ് ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി. അവിടെ നമുക്ക് നമ്മുടെ ഇമോഷനൊന്നും അധികമൊന്നും ഇടേണ്ട കാര്യമില്ല. വിഷൻ എന്ന് പറയുന്ന ഫീൽ ലൈക്ക് ലിവിങ് ഇൻസൈഡ് ദ മൂവി. അതിൽ നമ്മൾ ആക്ട് ചെയ്യുന്നതാണ് വിഷൻ. ആ സിനിമ നമ്മൾ പാസീവായിട്ട് കണ്ടിട്ടിരിക്കുന്നത്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന നമ്മൾ അതിനകത്ത് ഒരു റോളാണെങ്കിൽ സ്റ്റോറി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ WOOP എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അതായത് വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റക്കിൾ ആൻഡ് പ്ലാൻ. ഇതൊരു കമ്പൈനിങ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആഗ്രഹം ഉണ്ടാകുക, അതിൻ്റെ ഔട്ട്കത്തിനെ കുറിച്ച് നമുക്കൊരു വിഷൻ ഉണ്ടാകുന്നു, ഔട്ട്കമ്മിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകുന്നു, ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതിലേക്ക് വൂപ്പ് ടെക്നിക്ക് കൊണ്ടുവരാൻ, ഈ വൂപ്പ് ടെക്നിക് ഇസ് നോട്ട് എ പോസിറ്റീവ് തിങ്കിങ്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി വിഷൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ വളരെ ഈസിയാണ്. എങ്ങനെയാണ് പവർഫുൾ വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ അത് എഴുതണം. ദിസ് ഡേറ്റ് December 31st, 2026, I am this, ഐ ആം ഏർണിങ്, അല്ലെങ്കിൽ ഞാൻ എന്താണോ, നിങ്ങളുടെ എന്താണോ, നിങ്ങളുടെ വിഷൻ എന്താണോ, നിങ്ങളുടെ ഡ്രീം എന്താണോ, അത് ഏൺ ചെയ്തായിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്തായിട്ട് എഴുതുക. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇപ്പോഴും തന്നെ നമ്മൾ നടന്നു എന്ന് ട്രെയിൻ ചെയ്യലാണ്.
ബ്രെയിന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കലാണ്. സ്റ്റെപ്പ് നമ്പർ 2, നമ്മുടെ 5 സെൻസും അപ്ലൈ ചെയ്യണം. നിങ്ങൾ ആ അച്ചീവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അതായത് നിങ്ങൾ നേടിയെടുത്ത ഈ മൊമെൻറ്റ് നിങ്ങളുടെ ചുറ്റും ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, എവറിത്തിങ് 5 സെൻസ്. സ്റ്റെപ്പ് നമ്പർ 3, ഇതിനകത്തൊരു ഇമോഷണൽ ട്രൂത്ത് ഉണ്ട്. ഹൗ ഡു യു ഫീൽ ദാറ്റ്, വാട്ട് ഇമോഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ മൊമെൻറ്റ്. ജോയ് ആണോ, പീസ് ആണോ, പ്രൈഡ് ആണോ, ലവ് ആണോ, ഫ്രീഡം ആണോ, ദ ഇമോഷൻ ഈസ് ദ വോൾട്ടേജ്. ഏത് ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുക, എഴുതുക. സ്റ്റെപ്പ് നമ്പർ 4, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇൻക്ലൂഡ് യുവർ റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെയാണുള്ളത്, അത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരൊക്കെയാണുള്ളത്, അവരെന്തൊക്കെയാണ് പറയുന്നത്, അവരോട് എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഓരോരുത്തരും പറയുന്നതിന് നമ്മൾ എങ്ങനെയാണത് ആ സംസാരം നമ്മൾ കേൾക്കുന്നത്, അതിനകത്ത് നമുക്കുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, പ്രൗഡ്, ആനന്ദം, അത് പറയുമ്പോൾ തന്നെ എൻ്റെ ബോഡിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 5, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഇൻ ദിസ് വിഷൻ നിങ്ങൾ ആരായി മാറും, ഹൂ ഹാവ് യു ബിക്കം, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ക്വാളിറ്റീസ്, എങ്ങനെയുള്ള വ്യക്തിയാണ്, ഹാബിറ്റ്സ്, എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങൾ ആരായി മാറുന്നു, ഇത്രയും അതിനകത്തുണ്ടാകണം. അപ്പോൾ അതിനുശേഷം കണ്ണുകളടച്ചിട്ട് നിങ്ങൾ ഈ ക്യാമറയിൽ ഇത് കാണുന്ന പോലെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചതിന് ശേഷം അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഹാർട്ട് ഫെൽറ്റ് ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. സങ്കല്പം എന്ന് പറയുന്നത് ഹാർട്ട് ഫെൽറ്റ് ഇൻറ്റൻഷൻ. അതായത് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ സീഡ് ഓഫ് ഓൾ മാനിഫെസ്റ്റേഷൻ. നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ വേണമെങ്കിൽ ഈ സങ്കല്പ വേണം, ഒരു ഇൻറ്റൻഷൻ എന്നോ അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡീപ്പ് ഇന്നർ സ്റ്റിൽനെസ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇത്തരത്തിലൊക്കെ വിഷൻ വളരെ വളരെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, പതഞ്ജലിയിലും പറഞ്ഞിട്ടുണ്ട്, ധാരണ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ധ്യാന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇതെല്ലാം മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഏത് പോയിന്റിലേക്കാണ് എത്തേണ്ടുന്നത്, ഇതെല്ലാം നമ്മൾ എവിടെ എത്തിക്കാണ് എത്തേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കൊണ്ടെത്തിക്കാൻ ഇതെല്ലാം വിഷ്വലൈസേഷൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ. ഈ സങ്കല്പ, ധാരണ, ധ്യാന എല്ലാം, നമുക്ക് മെഡിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് വേണ്ടതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനു വേണ്ടിയുള്ള ബേസിക്സ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഗോൾ എഴുതി വെക്കുന്നതും ഈ സോൾ വിഷൻ, ഇപ്പം ഞാൻ പറഞ്ഞത് സോൾ വിഷൻ പ്രോസസ്സാണ്. സോൾ വിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയാം. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ എഴുതി വെക്കലാണ് ഈഗോ. ആൻഡ് സോൾ വിഷൻ എന്ന് പറയുന്നത് എബൌട്ട് ബിക്കമിങ്, നമ്മൾ ആ വ്യക്തിയായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ മോർണിംഗ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ വിഷൻ 2-3 മിനിറ്റ്സ് നമ്മൾ എഴുതി വെച്ച് നമുക്ക് ധാരണയായ ഈ ഒരു സാധനത്തിൽ വിഷ്വലൈസ് ചെയ്യുക. ദിസ് സങ്കല്പ വർക്ക്. അതോടെ ഏഷ്യൻ സിസ്റ്റം ഒക്കെ പറയുന്നത് ഈ ഒരു സാധനം സയൻറ്റിഫിക്കലി വാലിഡേറ്റ് ആയിട്ടുള്ളതാണ്. സോൾ വിഷൻ എഴുതി വെക്കുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പിന്നെ ഈ വിഷൻ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യുക അത് എഴുതുക. അതിനുശേഷം ഒന്ന് ആങ്കർ ചെയ്യണം. അപ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം, ഒരു ഇമേജ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് അതൊന്നും നമ്മൾ ആങ്കർ ചെയ്തതിന് ശേഷം അത് പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം കണ്ണടച്ചുകൊണ്ട്. അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആങ്കർ ചെയ്യുന്ന സാധനം ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആകാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എടുത്ത് വെച്ചിട്ട് അത് ആങ്കർ ചെയ്യുക. ആൻഡ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൊമാറ്റിക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ സംഭവം, ഈ ആങ്കറിങ് വരുമ്പോൾ നമ്മൾ എപ്പോൾ ഈ ആങ്കറിങ് എടുക്കുമ്പോഴും ഈ സാധനം വരും. അതായത് എഴുതി സ്ക്രിപ്റ്റ് ഫുൾ എഴുതുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എഴുതുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ ഡു വൺ മോർ തിങ്. ഈ ഒരു ഇതിനെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഓൾസോ യു ക്യാൻ ഹിയർ ദിസ് സ്ക്രിപ്റ്റ്. സോ സോൾ വിഷൻ നമ്മൾ ഇന്ന് റെഡിയാക്കിയിരിക്കുകയാണ്. അമേസിങ് റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇതിലൂടെ കിട്ടും. നാളെ നമുക്ക് അടുത്ത സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.